വിവാദ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മംഗല്യസൂത്രം വരെ പിടിച്ചെടുത്ത് വിതരണം ചെയ്യും. ആർക്കു കൊടുക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നും മോദി. ഛത്തീസ്ഗഡിലെ സുർഗുജയിലെ റാലിയിലാണ് പരാമർശം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത്? വേണു, രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമാവുകയും അതിനെതിരെ കൂട്ടപ്പരാതികൾ ഉയരുകയും ചെയ്യുന്നതിനിടെ അദ്ദേഹം ഇതുവരെ പിന്നീട് 6 പ്രചാരണ യോഗങ്ങളിൽ കൂടി പങ്കെടുത്തു. അതിൽ 5 ഇടത്തും അദ്ദേഹം തന്റെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് എതിരായ ആരോപണം ഉന്നയിച്ചു. എന്നാൽ വിവാദമായ മുസ്ലിം എന്ന പദം അദ്ദേഹം പിന്നീട് ഈ 5 ഇടങ്ങളിലും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ 6ാമത്തെ പ്രചരണം നടന്നത് ഛത്തീസ്ഗഡിലെ സുർഗുജയിലാണ്. അവിടെ അദ്ദേഹം പ്രകടന പത്രികയ്ക്കെതിരായ ആരോപണം ആവർത്തിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക അത് മാവോയിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, മാവോയിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങളുടെ പരമ്പരാഗത സ്വത്തുക്കൾ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മക്കളുടെ പഠനത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന സ്വത്തുക്കൾ, പണം, നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അത് സർവേ നടത്തി പിടിച്ചെടുത്ത് വിതരണം ചെയ്യും എന്നാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് എന്നും അത് ആർക്ക് കൊടുക്കും എന്ന ചോദ്യം ഉന്നയിക്കുകയും അത് ആർക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പ്രധാനമന്ത്രി പറയുകയായിരുന്നു. കൃത്യമായി തന്നെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ ഈ പാപം ചെയ്യാൻ നിങ്ങൾ കോൺഗ്രസിനെ അനുവദിക്കരുത് എന്ന ആഹ്വാനവും അദ്ദേഹം നടത്തിയിരിക്കുന്നു. പാരമ്പര്യ സ്വത്തുക്കൾക്ക് പോലും നികുതി ഈടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നതെന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച സ്വത്തുക്കൾക്ക് പോലും നിങ്ങൾക്ക് നികുതി നൽകേണ്ടി വരും, നിങ്ങൾ മരിച്ചാലും ജീവനോടെ ഇരിക്കുമ്പോഴും നികുതി ഈടാക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്നും നിങ്ങളുടെ സ്വത്ത് കവരാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി ഈ പ്രചാരണ യോഗത്തിൽ പറഞ്ഞത്. അത്തരത്തിൽ സ്വത്ത് കവർന്നെടുക്കാൻ നിങ്ങൾ കോൺഗ്രസിനെ അനുവദിക്കുമോ എന്നും, എന്നാൽ BJP പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനാണെന്നും ഒപ്പം തന്നെ BJP നടപ്പാക്കിയ പദ്ധതികൾ വിവരിക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇന്ന് 2 പ്രചാരണ യോഗങ്ങളിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ പ്രചാരണ റാലിയിലും വിവാദ പരാമർശം ആവർത്തിച്ചിരിക്കുകയാണ് മോദിയുടെ വാക്കുകളിലേക്ക്. और जब उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था, आज नहीं कह रहा हूं, उसी दिन कहा था कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है.